ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടോയ്സ് ടു ടീൻസ് എന്ന് പറയുന്ന നമ്മുടെ ചാപ്റ്ററിന്റെ ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് അല്ലേ. നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡസ് ഗ്രേസ് വാണ്ട് എ മോൺസ്റ്റർ ഹൈഡോൾ? അല്ലേ, എന്തുകൊണ്ടാണ് നമ്മുടെ ഗ്രേസിന് മോൺസ്റ്റർ ഹൈഡോൾ വേണമെന്ന് അവൾ ആവശ്യപ്പെട്ടത് എന്നാണ് ചോദ്യം. നോക്കാം. ഗ്രേസ് വാണ്ട്സ് എ മോൺസ്റ്റർ ഹൈഡോൾ ബിക്കോസ് ദേ ആർ കൂൾ. അത് വളരെ നല്ലതാണ് എന്നാണ് അവൾ പറഞ്ഞത് കേട്ടോ. And they have monster names like Frankenstein and Claudine Wolf. അല്ലേ, ഇങ്ങനെയുള്ള പേരുകളൊക്കെയാണ് അവർക്കുള്ളത്. അത് മാത്രമല്ല ഹലോവിന് വേണ്ടിയിട്ടും കൂടെയാണ് കേട്ടോ. ഫോർ ഹലോവിൻ എന്നും കൂടി നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. Then how did Grace learn about monster high dolls? അല്ലേ, മോൺസ്റ്റർ ഹൈ ഡോൾസിനെ കുറിച്ച് ഗ്രേസ് എവിടെ നിന്നാണ് കേട്ടത്? എങ്ങനെയാണ് അവൾക്ക് അതിനെ കുറിച്ച് അറിഞ്ഞത്? നോക്കാം. ഗ്രേസ് ലേൺഡ് അബൌട്ട് മോൺസ്റ്റർ ഹൈ ഡോൾസ് ബിക്കോസ് മാഡി ടോൾഡ് ഹെർ about them. Maddie and she watched some of their videos and even played the computer game. അല്ലേ, മാഡിയാണ് അവളോട് അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്തത്. അത് മാത്രമല്ല മാഡിയും ഗ്രേസും കൂടെ അതിൻ്റെ കുറച്ച് ഗെയിമൊക്കെ കളിച്ചിട്ടുമുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസ് കണ്ടിട്ടുമുണ്ട്. Question C. What did Grace's mother finally decide to buy the monster high doll? എങ്ങനെയാണ് ഈ പറഞ്ഞ ഗ്രേസിന്റെ അമ്മ അവസാനം അത് വാങ്ങി കൊടുക്കാമെന്ന് തീരുമാനിക്കാൻ കാരണം എന്തുകൊണ്ടാണ്? Grace's mother finally decided to buy the monsters high doll because like the millions of the parents she gave into the nut factor in the world of the advertising. എല്ലാം ലക്ഷക്കണക്കിന് പാരൻസിനെ പോലെ തന്നെ അവളുടെ അമ്മയും പരസ്യം എന്ന് പറയുന്ന ആ ഒരു ലോകത്തിൻ്റെ ഒരു സ്ട്രാറ്റജിയിൽ കുടുങ്ങിപ്പോയിട്ട് ആ ഒരു നാറ്റ് ഫാക്ടർ എന്ന് പറയുന്ന ഒരു എഫക്റ്റ് ഉണ്ട് അല്ലേ. എന്ത് എല്ലാ പരസ്യത്തിൽ കാണുന്നത് വാങ്ങേണ്ടി വരുന്ന ഒരു പ്രവണതയും അത് അവസാനം നിവൃത്തികോടുകൊണ്ട് വാങ്ങിപ്പോകുന്നതും ആവശ്യമില്ലെങ്കിൽ പോലും അത് വാങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയിലോട്ട് എത്തിക്കുന്നൊരു പ്രവണതയുണ്ട്. അതിനാണ് ഈ നാറ്റ് ഫാക്ടർ എന്ന് പറയാം. അവസാനം അതിൽ കുടുങ്ങിയിട്ട് തന്നെയാണ് ഇവളുടെ അമ്മയും അത് വാങ്ങിക്കൊടുത്തത്. Why do marketers focus their attention on young customers? അല്ലേ, എന്തുകൊണ്ടാണ് മാർക്കറ്റേഴ്സ് അവരുടെ ഈ യങ് കസ്റ്റമേഴ്സിലോട്ട് അവർ ഫോക്കസ് കൊടുക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ ചെറിയ കുട്ടികളെയും ചെറുപ്പക്കാരെയും അവർ കൂടുതൽ ഫോക്കസ് ചെയ്യാനുള്ള റീസൺ? There are 3 reasons for that. അല്ലേ, 3 കാരണങ്ങളാണ് അതിന് പറഞ്ഞത്. 3 കാരണങ്ങൾ ശ്രദ്ധിക്കണം. ഇത് ഈ ഒരു ആർട്ടിക്കിളിൽ വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പോയിന്റാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഈ ആർട്ടിക്കിളായിട്ട് റിലേറ്റ് ചെയ്ത് സ്പീച്ചോ ലെറ്ററോ എന്തെങ്കിലും നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി വന്നാൽ നിങ്ങൾക്ക് എഴുതേണ്ടി വരുന്ന ഒരു 3 പോയിന്റാണ്. നോക്കാം. ഫസ്റ്റ് വൺ, ചിൽഡ്രൻസ് നൗ ഹാവ് എ ലോട്ട് ഓഫ് മണി ടു സെൻഡ്. സത്യമല്ലേ, കുട്ടികളുടെ കയ്യിൽ ഇപ്പോൾ ചിലവാക്കാൻ കണ്ടമാനം പൈസയുണ്ട് അല്ലേ മക്കളെ. നിങ്ങളുടെ കയ്യിലാണെങ്കിലും ചില സമയത്ത് ഒരു പെരുന്നാളോ ഒരു ഓണോ ഒരു വിഷുവോ ഒക്കെ കഴിഞ്ഞാൽ താനെ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് മിഠായി വാങ്ങാനും നിങ്ങളുടെ കാര്യങ്ങൾക്കും ചിലവഴിക്കാൻ പൈസ വരാറുണ്ട് അല്ലേ. അത്രേ ഉള്ളൂ ഇവിടെ ഉദ്ദേശിച്ചത് കേട്ടോ. Then second, children influence the parents in buying things like snacks, cereals, toothpaste, soap and shampoo. രണ്ടാമത്തെ കാര്യം, അവരുടെ പർച്ചേസ് ചെയ്യുന്ന പോട്ടെ പാരൻസിൻ്റെ പർച്ചേസിങ് പവറിൽ അല്ലേ, പാരൻസ് എന്ത് പർച്ചേസ് ചെയ്യണം, പാരൻസ് എന്ത് വാങ്ങണം എന്നുള്ള കാര്യത്തിലൊക്കെ അവരെന്ത് ഷാമ്പു എന്ത് സോപ്പ് എന്ത് ടൂത്ത് പേസ്റ്റ് വാങ്ങണം എന്നുള്ള കാര്യത്തിലൊക്കെ ഇവർ എന്ത് ചെയ്യാൻ തുടങ്ങി, സ്വാധീനിക്കാൻ തുടങ്ങി. And third one, the marketers know that the children of today are the adult consumers of the tomorrow. അല്ലേ, അതുപോലെ മാർക്കറ്റിലുള്ള ആളുകൾക്ക് നല്ല അവബോധമുണ്ട്. ഇന്ന് നമ്മുടെ മുമ്പിൽ വരുന്ന കുട്ടികളാണ് നാളത്തെ നമ്മുടെ ഓൾഡ് ആയിട്ടുള്ള കൺസ്യൂമേഴ്സ് എന്നുള്ള ഒരു ബോധം നമ്മുടെ നാളത്തെ കൺസ്യൂമേഴ്സാണ്. നാളത്തെ നമ്മുടെ അഡൽട്ട് കൺസ്യൂമേഴ്സാണ് ഇന്നത്തെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന കുട്ടികൾ എന്ന ബോധം അവർക്ക് നന്നായിട്ടുണ്ടായതുകൊണ്ട് ആ ഒരു രീതിയിലുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അവർ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് 3 റീസൺ. The next one, how do children influence their parents' consumer behavior? അല്ലേ, എങ്ങനെയാണ് കുട്ടികൾ അവരുടെ പാരൻസിൻ്റെ ഈ വാങ്ങുന്ന ഉപഭോക്തമായിട്ടുള്ള ആ ഒരു രീതിയിൽ എങ്ങനെയാണ് ഇവരിടപെടുന്നത്, എങ്ങനെയാണ് ഇവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, കുട്ടികൾ എങ്ങനെയാണ് അമ്മമാരുടെ പർച്ചേസിങ് പവറിൽ പോയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് നോക്കാം. Children influence their parents' consumer behavior by giving their parents direction to daily household purchase like snacks, cereals, toothpaste, soap, shampoo. അല്ലേ,
ഓൾറെഡി പറഞ്ഞു. എന്താണ്, കുട്ടികൾ അവരുടെ അമ്മമാർ പർച്ചേസ് ചെയ്യേണ്ട കാര്യങ്ങളിലൊക്കെ എന്ത് വാങ്ങണം എന്ത് വാങ്ങണ്ട എന്നുള്ളൊരു നിർദ്ദേശം കൊടുക്കുന്ന രീതിയിലോട്ട് പോവുകയാണ്. അത് മാത്രമല്ല, എന്ത് സ്നാക്സ് വാങ്ങി വരണം, അതുപോലെ എന്ത് ടൂത്ത് പേസ്റ്റ് ആണ് വാങ്ങേണ്ടത്. നമ്മൾ അമ്മമാരൊക്കെ പോകുമ്പോൾ എനിക്ക് ആ ടൂത്ത് പേസ്റ്റ് വേണ്ട, അത് അതിൽ എന്തോ ഒരു ബുദ്ധിമുട്ട്, അത് മറ്റേ വാങ്ങിക്കോളൂ, ഇങ്ങനെ നമ്മൾ പറയാൻ തുടങ്ങി അല്ലേ. സ്നാക്സ്, ആ സ്നാക്സ് വേണ്ട, തിന്നിട്ട് രസമല്ല, എനിക്ക് മറ്റേ സ്നാക്സ് മതി, അതാണ് എല്ലാവരും കഴിക്കുന്നത്, അതാണ് സ്കൂളിൽ എല്ലാവരും കൊണ്ടുവരുന്നതാണോ, എനിക്ക് അത് മതി, ഈ ഒരു റേഞ്ചിലോട്ട് അല്ലേ. അപ്പോൾ നമ്മുടെ ആ ഷാമ്പു യൂസ് ചെയ്യേണ്ട, മറ്റേ ഷാമ്പു യൂസ് ചെയ്തിട്ടാണ് അവൾക്ക് നല്ല റിസൾട്ട് കിട്ടിയത്, അവൾ എന്നോട് സ്കൂളിൽ നിന്ന് പറഞ്ഞത്, അപ്പോൾ നമുക്ക് ഇനി ആ ഷാമ്പു മതി. ഇങ്ങനെ ആ ഒരു പർച്ചേസിലോട്ട് അവരെന്ത് ചെയ്യാണ്, സ്വാധീനിക്കുകയാണ് കേട്ടോ. അമ്മമാരുടെയൊക്കെ പാരൻസിൻ്റെയൊക്കെ പർച്ചേസിനെ ഡയറക്ഷൻ ചെയ്യാൻ ഇപ്പം എന്ത് ചെയ്തിട്ടുണ്ട്, കുട്ടികൾ തുടങ്ങിയിട്ടുണ്ട്. ടീൻസ് ഓഫൻ ഗിവ് ദർ ഒപ്പീനിയൻ ഓൺ ദ കാർ ടു ബൈ. മാത്രമല്ല, ടീനേജിലുള്ള കുട്ടികളാണെങ്കിലോ അല്ലേ, ഒരു 10, 15, 20 വയസ്സായിട്ട് നമ്മുടെ വീട്ടിൽ +2 ഒക്കെ ഡിഗ്രി ഒക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അച്ഛനൊരു കാറൊക്കെ വാങ്ങണം പറയുമ്പോൾ പിന്നെ അവർക്കൊരു 4 അഭിപ്രായം ഉണ്ടാവും അല്ലേ. അവർ വേറെ ലെവല് കാര്യങ്ങൾ അറിയുന്നവളായിരിക്കും. കാരണം എന്താ, അവർ ഈ ഒരു ലോകത്താണ്, അവർക്ക് പല കാര്യങ്ങളും അറിയാം. ഇങ്ങനെ കാറിനെ കുറിച്ച് മറ്റു കാര്യങ്ങളൊക്കെ പല വീഡിയോ കാണുന്നുണ്ടാവും. പിന്നെ അവരുടെ അഭിപ്രായത്തിൽ ആ കാറ് പോയി വാങ്ങിക്കോ അച്ഛാ, ഈ കാറ് പോയി വാങ്ങിക്കോ, അതാണെങ്കിൽ ഒന്നും കൂടെ ബെറ്റർ ആയിരിക്കും. അങ്ങനെ അവർ ആ ടീൻസിലുള്ള ആളുകൾ അതിൽ അഭിപ്രായം പറയും. അതുപോലെ മീഡിയ ആക്യുപ്പൻസ്, ന്യൂ മീഡിയ ആക്യുപ്പൻസിലെ ഒരുപാട് ന്യൂ മീഡിയ ആക്യുപ്പൻസുകൾ ഉണ്ട്, അത് ഏതാ വാങ്ങേണ്ടതെന്ന് പറയും. ദെൻ വേർ ടു ഗോ ദ വെക്കേഷൻ, ഒന്നും ഇല്ലെങ്കിലും വെക്കേഷൻ അവിടെ പോകണം എന്ന് തീരുമാനിക്കാൻ അവർ ഈ കാലത്ത് കഴിയില്ല. കാരണം ഒരു ഓണം വരുന്നതിന് മുമ്പ്, ക്രിസ്മസ് വരുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യും, ഓൾറെഡി ഫിക്സ് ചെയ്ത് വെക്കും, നമുക്ക് ഇങ്ങനെ പോകണം, ഇന്ന സ്ഥലത്തേക്ക് പോകണം, അടുത്ത വെക്കേഷൻ നമുക്ക് അങ്ങോട്ട് പോകണം, അടുത്ത വെക്കേഷൻ അങ്ങോട്ട് പോകാൻ നമുക്ക് ഇപ്പം തന്നെ പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പം തന്നെ പൈസ ഉണ്ടാക്കി വെച്ചോ, നമുക്ക് അടുത്ത വെക്കേഷൻ അങ്ങോട്ട് പോകണം എന്ന് നിങ്ങൾ പറയും അല്ലേ. അതാണ്. അപ്പം ഇതാണ് ഈ ഒരു സ്വാധീനം എന്ന് പറയുന്നത് കേട്ടോ. കുട്ടികൾ അമ്മമാരെ സ്വാധീനിക്കുന്നത് ഇതൊന്നും നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രമാണ് അല്ലേ. Then what is the impact of advertising on adolescents? അല്ലെ, നമ്മുടെ ഈ ഒരു യൗവന കാലഘട്ടത്തിലുള്ള ആളുകളെ എത്രത്തോളമാണ് പരസ്യം സ്വാധീനിക്കുന്നത്. Adolescents compare their bodies to those of the models they see in the glamorous advertisement. അല്ലേ, അവർ കണ്ട അടിപൊളിയായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഗ്ലാമറസ് ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റിൽ കണ്ടിട്ടുള്ള മോഡൽസിൻ്റെ അതേ ബോഡി ഷേപ്പും അതേ ഭംഗിയും അതേപോലെയാണോ ഞാൻ എന്നൊക്കെ അവരെന്ത് ചെയ്യാണ്, അവരുടെ ശരീരത്തുമായിട്ട് എന്ത് ചെയ്യാണ്, കമ്പയർ ചെയ്ത് നോക്കുകയാണ്. ലുക്കിംഗ് അറ്റ് ആർട്സ് ഫീച്ചറിങ് ഹൈലി അട്രാക്റ്റീവ് മോഡൽസ് ക്യാൻ എഫക്റ്റ് വൺ സെൽഫ് എസ്റ്റീം ആൻഡ് ബോഡി ഇമേജ്. നമ്മുടെ തന്നെ ഒരു സെൽഫ് എസ്റ്റീമും നമ്മൾ തന്നെ ഒരു ഞാൻ പോരാ, ഞാനത് കണ്ടിട്ട് ഞാൻ അങ്ങനെയല്ല, ഞാൻ പോരാ, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്നെ കാണാൻ ഒന്നുമില്ല, ഇങ്ങനെ ഒരു കമ്പാരിസണിലോട്ട് വരികയാണ്. ആ ഒരു അതിലുള്ള ഒരു മോഡലിൻ്റെ ഫീച്ചേഴ്സ് കാണുമ്പോൾ ഇതെനിക്കില്ല, അതുപോലെയല്ലേ ഞാൻ ഇത് യൂസ് ചെയ്ത് എനിക്ക് കിട്ടുള്ളൂ, അത് വെച്ച് നോക്കുമ്പോൾ അങ്ങനെ മൊത്തത്തിൽ നമ്മൾ സെൽഫ് എസ്റ്റീം തന്നെ നമുക്ക് ഇടിഞ്ഞു പോവുകയാണ് അല്ലേ. നമുക്ക് നമ്മളെക്കുറിച്ചുള്ള ഒരു ഇമേജിന് പോവുകയാണ്. നമ്മൾ പോരാ എന്നുള്ളത് നമ്മളിലോട്ട് അടിച്ചേൽപ്പിക്കുകയാണ് ആദ്യം ചെയ്യുന്നത്, എന്നിട്ടാണ് നമ്മളെ കൊണ്ട് ആ പ്രോഡക്റ്റ് വാങ്ങിപ്പിക്കുന്നത്. ക്ലിയർ? ഹൗ ഡു അഡോളസൻസ് പെർസീവ് ബ്രാൻഡ് നെയിംസ് ആൻഡ് ദ ലേറ്റസ്റ്റ് ട്രെൻഡ്സ്? അല്ലേ, എന്തുകൊണ്ടാണ് ഈ അഡോളസൻസ് ഇങ്ങനെ ബ്രാൻഡ് നെയിംസും ലേറ്റസ്റ്റ് ട്രെൻഡ്സിനെ കുറിച്ചൊക്കെ എങ്ങനെയാണ് അവർക്ക് ഇതിനെക്കുറിച്ച് ഇത്രത്തോളം അവയർനെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതെന്ന് ചോദിക്കുന്നത്. എന്താണ് അഡോളസൻസ് ഇത്ര കോൺഷ്യസ് എന്ന് നോക്കാം. Adolescents become more conscious of the brand names and the latest trends in clothing and technology. അല്ലേ, അഡോളസൻസ് ആയിട്ടുള്ള കുട്ടികൾ അല്ലേ, ആ ഒരു യൗവനത്തിലുള്ള ആ ഒരു ആളുകൾ എന്താണ് ചെയ്യുന്നത്, അവർ കൂടുതലും ബ്രാൻഡ് നെയിമുകൾ, ബ്രാൻഡ് ഡ്രസ്സ്, ബ്രാൻഡ് ഷർട്ട് അല്ലേ, ഇവൻ ഇന്നേഴ്സ് വരെ ബ്രാൻഡ് ഇന്നേഴ്സിൽ, ബ്രാൻഡ് ഷൂ, എല്ലാത്തിലും അവരെന്ത് ചെയ്യാണ്, ബ്രാൻഡ് നോക്കുകയാണ് അല്ലേ. ആൻഡ് ദ ലേറ്റസ്റ്റ് ട്രെൻഡ് ഇൻ ക്ലോത്ത്, അതുപോലെ ഡ്രസ്സിലുള്ള പുതിയ മോഡൽ, ടെക്നോളജി ആണെങ്കിലും അവരെന്ത് ചെയ്യണം, ഈ ഫോണുകളൊക്കെ പഴയ ഫോൺ ആ മോഡൽ ഇങ്ങനെ മാറി വരുന്നതിനനുസരിച്ച് ആളുകൾ മാറ്റി എടുക്കും അല്ലേ. അങ്ങനെ പുതിയ ടെക്നോളജി വരുമ്പോൾ പുതിയ ടെക്നോളജി, ഇതിലൊക്കെ എന്ത് ചെയ്യാണ്, കുട്ടികൾ ഇതിനെക്കുറിച്ചൊക്കെ അഡോളസൻസിലുള്ള ആളുകളൊക്കെ ഈ ഒരു മേഖലയെക്കുറിച്ചൊക്കെ കൂടുതൽ കോൺഷ്യസ് ആണ്. And this desire comes to them because they seem them a lot and everybody seems to possess them. അല്ലേ, ഈ ആഗ്രഹങ്ങൾ അല്ലേ, അത് വാങ്ങണം, ആ പുതിയ സാധനം, പുതിയ ഡ്രസ്സ്, ഇത് എവിടെ നിന്നാണ് കിട്ടുന്നത്? കാരണം ഇത് എല്ലായിടത്തും അവർ കാണുകയാണ്, എല്ലാവരും ഇത് യൂസ് ചെയ്യുന്നത് കാണുകയാണ്, അല്ലെങ്കിൽ അതിൻ്റെ പരസ്യം എല്ലായിടത്തും കാണുകയാണ്, അത് കണ്ടിട്ട് എല്ലാവരും അത് യൂസ് ചെയ്യുന്നത് കാണുകയാണ്. അപ്പോൾ എല്ലായിടത്തും യൂസ് ചെയ്യുന്നത് കൊണ്ടും എല്ലാവർക്കും ഉള്ളത് കൊണ്ടും എന്ത് ചെയ്യാണ്, അവരിലും ആ ഒരു ആഗ്രഹം വരികയാണ്. അഡ്വർടൈസിങ് മേക്സ് ദം ഫീൽ ദാറ്റ് പ്രൊഡക്റ്റ് വിൽ ബ്രിങ് ദം ഫൺ ആൻഡ് ഹാപ്പിനെസ്. മാത്രമല്ല, അഡ്വർടൈസ് ഒരു കാര്യം കൂടെ പറഞ്ഞു വെക്കുകയാണ്,
അത് നീ കണ്ടിട്ടില്ലേ, ചില ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കഴിയുമ്പോഴത്തേന് അങ്ങനെ ഇങ്ങനെ ചാടി ഹാപ്പി ആയിട്ട് ഇങ്ങനെ നടന്നു പോകണ കാണാം. അപ്പോൾ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? അത് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പി ആവും, നമ്മുടെ ലൈഫ് കളർഫുൾ ആവും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ് അല്ലേ. ഇപ്പോൾ നമ്മൾ ഒരുപാട് പേര് ഇപ്പോൾ ഒരു ചില അഡ്വർടൈസ് കണ്ടിട്ടുണ്ടോ, ഭംഗിയില്ലാത്തൊരു പെൺകുട്ടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ ആരും ശ്രദ്ധിക്കില്ല, അതിലൊരാൾ എന്തെങ്കിലും ഒരു സോപ്പോ ഒരു സ്കിൻ സംബന്ധമായിട്ടുള്ളൊരു എന്തെങ്കിലും ഒരു സാധനം കൊടുക്കും. അപ്പോൾ അത് തേച്ച് തിരിച്ചിങ്ങനെ പോകുമ്പോൾ എല്ലാവരും ഇങ്ങനെ എന്ന് പറയാം. അപ്പോൾ എന്താണ് ഈ പറഞ്ഞ പോലെ, എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ പറഞ്ഞ സെയിം സാധനമാണ്. അത് നിങ്ങളുടെ ലൈഫിലോട്ട് ഹാപ്പിനെസ്സും സന്തോഷവും നിങ്ങളുടെ ലൈഫ് കളർഫുൾ ആവും എന്നുള്ളൊരു രീതിയിലോട്ടും കൂടെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. വൈ ഡു അഡ്വർടൈസ് ഓഫൺ യൂസ് സെലിബ്രിറ്റീസ് ടു എൻഡോസ് ദെയർ പ്രൊഡക്റ്റ് അല്ലേ? എന്തുകൊണ്ടാണ് അവരുടെ പ്രൊഡക്റ്റ് പരസ്യം ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ അനുകൂലിച്ചു കൊണ്ട് സെലിബ്രിറ്റീസിനെ അവരെന്തുകൊണ്ടാണ് അത് പരസ്യം ചെയ്യാൻ യൂസ് ചെയ്യുന്നത് എന്നാണ് കേട്ടോ. മെനി പീപ്പിൾ എക്സ്പെഷ്യലി ടീൻസ് അല്ലേ, ഒരുപാട് ആളുകൾ പ്രത്യേകിച്ച് ടീനേജിലുള്ള കുട്ടികൾ പെർസീവ് സെലിബ്രിറ്റീസ് ആർ മോർ ട്രസ്റ്റ്വർത്തി, കോമ്പിറ്റൻറ്റ് ആൻഡ് അട്രാക്റ്റീവ്. അവർ വിശ്വസിക്കുന്ന ഭയങ്കര നല്ല അവരുടെ അഭിപ്രായത്തിൽ ഈ ഭയങ്കര സത്യസന്ധരാണ് ഈ സെലിബ്രിറ്റീസ് എന്നാണ് അല്ലേ. അവരുടെ ഒരു നല്ല വശമല്ലേ നമ്മൾ കാണുന്നുള്ളൂ. അതുപോലെ അവർ ഭയങ്കര കഴിവുള്ളവരാണ് അല്ലേ, അതുപോലെ ഭയങ്കര അട്രാക്റ്റീവാണ്, അവരെ കാണാൻ ഭയങ്കര ആകർഷകം. ഇതൊക്കെ ഈ ഒരു ടീനേജിലുള്ള ആളുകൾക്കുള്ള ചിന്താഗതിയാണ്. നോൺ സെലിബ്രിറ്റി ആൻഡ് സെലിബ്രിറ്റി അല്ലാത്ത ആളുകളെക്കാൾ കൂടുതൽ ഇതൊക്കെ സെലിബ്രിറ്റീസിൽ ഉണ്ട് എന്നാണ് ധാരണ. ദ ഫീച്ചറിങ് ഓഫ് ദ സെലിബ്രിറ്റി, ഈ സെലിബ്രിറ്റീസിൻ്റെ ഈ ഗുണങ്ങളൊക്കെ റിസൾട്ട് ഇൻ ദ ഫേവറബിൾ ഇവാലുവേഷൻ ഓഫ് പ്രൊഡക്റ്റ്. അത് നേരെ വന്നിട്ട് എവിടെ റിസൾട്ട് കിട്ടുക? ആ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ ഇരുത്തുന്ന കാര്യത്തിൽ എന്ത് ചെയ്യാണ്, ആ ഒരു അവർക്ക് കിട്ടുന്ന ആ ഫീച്ചറൊക്കെ ഇതിൽ എന്ത് ചെയ്യാണ്, ഇതിൽ എഫക്റ്റ് ചെയ്യും. ദെൻ ക്വസ്റ്റ്യൻ, വാട്ട് അക്കോർഡിംഗ് ടു യു ആർ ദ ഹിഡൻ പിറ്റി ഫോൾസ് ദാറ്റ് ലർക്ക് ബിഹൈൻഡ് ദിസ് അല്ലേ? ആ കർട്ടനുകൾക്ക് പിന്നിൽ, ആ മറവുകൾക്ക് പിന്നിൽ പതുങ്ങിയിരിക്കുന്ന ഒളിഞ്ഞിരിക്കുന്ന വമ്പൻ ചതിക്കുഴികളുണ്ടെന്ന് പറയുന്നുണ്ട് അല്ലേ. അതെന്താണെന്നാണ് ചോദ്യം. There are many hidden pitfalls അല്ലേ, ഒരുപാട് വലിയ മറഞ്ഞിരിക്കുന്ന ഒളിഞ്ഞിരിക്കുന്ന ചതിക്കുഴികളുണ്ട്. പീപ്പിൾ അക്വയർ മോർ തിങ്സ് ദാൻ ദേ റിയലി നീഡ് അല്ലേ, ആളുകൾ എന്ത് ചെയ്യാണ്, അന്വേഷിക്കുകയാണ് മോർ തിങ്സ് ദാൻ ദേ റിയലി, അവർക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളെ കുറിച്ചാണ് അവർ കൂടുതൽ ബോധേഡാവുന്നത്. സംടൈംസ് ടു ബൈ എക്സ്പെൻസീവ് തിങ്സ് ദേ ബോറോ മണി ഫ്രം ദ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ ദ ഇൻഡിവിജ്വൽ ദാറ്റ് ചാർജ് ഹൈ ഇൻട്രസ്റ്റ് റൈറ്റ്. ചില സമയത്ത് ആവശ്യമില്ലെങ്കിൽ പോലും നല്ല വില കൂടിയ സാധനങ്ങൾ അവർ വാങ്ങണം. എങ്ങനെ? മറ്റുള്ളവരിൽ നിന്ന് പണം കടം വാങ്ങിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനിയിൽ നിന്ന് അല്ലേ, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞാൽ എന്താണ്, ഈ സാമ്പത്തികമായിട്ടൊക്കെ സഹായിക്കുന്ന കമ്പനി അല്ലേ, അവിടെ നിന്നും പൈസ കടം വാങ്ങിയിട്ടോ എന്ത് ചെയ്യാണ്, അവർ ഭയങ്കര ഇൻട്രസ്റ്റിലൊക്കെ വാങ്ങിയിട്ട്, ഇൻട്രസ്റ്റൊക്കെ പലിശക്കൊക്കെ വേണ്ടിയിട്ട് പൈസ വാങ്ങിയിട്ട് അവർ വാങ്ങാണ്. എന്നിട്ട് എന്ത് ചെയ്യാണ്, ദേ ഫോൾ ഇൻ ടു ദ ഡെപ്റ്റ് ട്രാപ്പ്, അങ്ങനെ വലിയ കടക്കണിയിലൊക്കെ പെടുകയാണ് അല്ലേ. ചില ആളുകൾ ഹൗസ് ഹോൾഡ് ആയിട്ടുള്ള ഐറ്റംസുകളൊക്കെ, ഫർണിച്ചർ പോലത്തെ ഐറ്റംസ്, ഒരുപാട് ഐറ്റംസൊക്കെ വാങ്ങി അങ്ങ് കൂട്ടും, മറ്റുള്ളവരിൽ നിന്ന് പൈസ എടുത്തിട്ടോ അല്ലെങ്കിൽ വലിയ മീലൊക്കെ വാങ്ങിയിട്ട് കൂട്ടി കടപ്പടിയിൽ പെടാറുണ്ട്. ദർ ആർ ഇൻസ്റ്റൻസ് വെൻ ദ പീപ്പിൾ കമ്മിറ്റഡ് സൂയിസൈഡ് ബിക്കോസ് ദേ കുഡ് നോട്ട് പേ ബാക്ക് ദ ലോൺസ് ദേ ഹാഡ് ലോൺ ടു ബൈ തിങ്സ് ദാറ്റ് were not essential for them അല്ലേ. ഒരാവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങിയിട്ട് കടക്കണിയിൽ പെട്ടിട്ട് അത് തിരിച്ചടക്കാൻ കഴിയാതെ ആത്മഹത്യ വരെ ചെയ്യേണ്ടി വരുന്നൊരു അവസ്ഥ ആളുകൾക്കുണ്ട്. അതാണ് ഇതിൻ്റെ പിന്നിലെ ചതിക്കുഴി എന്ന് പറയുന്നത്. അപ്പം ഇത്രയുമാണ് ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഈ മാസ് മീഡിയ ആയിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാകുമ്പോഴേയും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഐഡിയ ഉണ്ടാവുമല്ലോ. ചിലപ്പോൾ ഞാൻ ഈ പറയുന്നതിനോട് നിങ്ങൾ ഒട്ടും യോജിക്കുന്നുണ്ടാവില്ല അല്ലേ. അപ്പം നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവും, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഇതിൻ്റെ നെഗറ്റീവും, ഇത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് നന്നായിട്ട് ഇതിൻ്റെ പോസിറ്റീവ്, നന്നായിട്ട് ഇതിൻ്റെ നെഗറ്റീവ് അറിയുന്നുണ്ടാവും. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം അഭിപ്രായത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന പോസിറ്റീവ്, നിങ്ങൾക്കുള്ള നെഗറ്റീവ്സ് ഒക്കെ നമ്മുടെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതുമ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അത് മാറ്റിയിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻസ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഒരു വിഷയത്തിനേക്കാൾ കൂടുതൽ എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തിൽ അറിവുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിതിലെ മറ്റ് ആക്ടിവിറ്റീസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.